ഹായ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ആനുകാലികം എന്ന ഭാഗത്തു നിന്നും കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൗരനഗരം ഏത്? എല്ലാവരും ഉത്തരം ചെയ്യാൻ നോക്കണേ. ഉത്തരം ഓപ്ഷൻ ബി, സാഞ്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സൗരനഗരമാണ് സാഞ്ചി. രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ്? കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പരമ്പരാഗത കൈത്തൊഴിലെടുക്കുന്നവർ. അപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി പരമ്പരാഗത കൈത്തൊഴിലെടുക്കുന്നവർക്കാണ്. മൂന്നാമത്തെ ചോദ്യം, പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബില്ല് പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്? പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബിൽ പ്രകാരം ലോക്സഭയിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 31%. 31% വനിതാ സംവരണ ബിൽ പ്രകാരം ലോക്സഭയിലെ വനിതകൾക്കായി സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിയുടെ തലവനാര്? ഉത്തരം എ, രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ്. അടുത്ത ചോദ്യം, ഛിന്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യമേത്? ഛിന്നഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ദൗത്യമാണ് ഒസിരിസ്. ഏതാണ് ഒസിരിസ്? ഓപ്ഷൻ സി, ഒസിരിസ്. ആറാമത്തെ ചോദ്യം, ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലാണ് ഒലച്ചിലുണ്ടായത്? ഖലിസ്ഥാൻ നേതാവായിരുന്നു ഹർദീപ് സിംഗ് നിജ്ജർ. അയാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലാണ് ഒലച്ചിലുണ്ടായത്? ഏതെല്ലാണ്? ഇന്ത്യ, കാനഡ. ഏതെല്ലാണ്? ഇന്ത്യ, കാനഡ. ഇന്ത്യയും കാനഡയും. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ വംശജനായ തർമൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റാണ്? ഇന്ത്യൻ വംശജനായ തർമൻ ഷൺമുഖരത്നം ഏതു രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സിംഗപ്പൂർ. ഇന്ത്യൻ വംശജനായ തർമൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റാണ്? സിംഗപ്പൂരിൻ്റെ പുതിയ പ്രസിഡന്റാണ്. എട്ടാമത്തെ ചോദ്യം, 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഏതാണ്? ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ബ്രസീൽ. ഏതാണ്? ബ്രസീൽ. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്ത്? ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്ത്? എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, സംവിധാൻ സദൻ. ഏതാണ്? സംവിധാൻ സദൻ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത് സംവിധാൻ സദൻ. പത്താമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചതെന്ന്? ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. 11ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ BVR സുബ്രഹ്മണ്യത്തെ പറ്റി ശരിയായ വിവരമേത്? ആരാണ്? BVR സുബ്രഹ്മണ്യത്തെ പറ്റിയുള്ള ശരിയായ വിവരമാണ് ഓപ്ഷൻ എ, നീതി ആയോഗിൻ്റെ പുതിയ CEO. അപ്പോൾ നീതി ആയോഗിൻ്റെ പുതിയ CEO ആണ് BVR സുബ്രഹ്മണ്യൻ. അപ്പോൾ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.